ആദർശ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന പാടെ ദേവയാനി പറഞ്ഞു കൊടുക്കുകയാണ് നടന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ ആദർശ് പറയാണ്, ഞാനും ന്യൂസിൽ കണ്ടിരുന്നു. എന്നോട് രാവിലെ അവള് ചോദിച്ചിട്ടാ പോയെന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കാണ്, പിന്നെ നീ എന്തിനാ പറഞ്ഞ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന്? അപ്പൊ ആദർശ് പറയണ, അല്ല അമ്മ അറിഞ്ഞാൽ അവളെ വഴക്ക് പറയില്ലേ, അതുകൊണ്ടാന്ന് പറയുമ്പോൾ ജലജ പറയാണ്, കണ്ടില്ലേ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, ഇവന്റെ സ്വഭാവം കണ്ടില്ലേ, ഇപ്പൊ ഇവളുടെ മനസ്സ് നിറച്ചും അവള് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അപ്പോഴേക്കും ആദർശ് പറയാണ്, അവള് എന്റെ കമ്പനിയിൽ ജോലി ചെയ്തപ്പം അതിനമ്മ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് അവളുടെ വീട്ടിലെ കടം തീർക്കാൻ വേണ്ടിയിട്ടാ അവള് പോയത്, ഞാനും സമ്മതിച്ചതാ. അപ്പോഴേക്കും ദേവേനെ പറയാണ്, എന്ത് സംഭവിക്കൂ എന്താണോ എന്നെനിക്ക് അറിയില്ല, പക്ഷെ ഇനി അവളോട് നിന്ന് ജോലിക്ക് പോകാൻ പാടില്ല, ഇതെന്റെ അവസാനത്തെ വാക്കാ എന്നും പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ആദർശ് പോയിട്ട് നയനോട് ചോദിക്കാണ് കേട്ടോ ഇതിനെ കുറിച്ചൊക്കെ. അപ്പൊ നയന പറയാണ്, ഞാൻ ആദർശോട് ചോദിച്ചിട്ടല്ലേ പോയത്, എങ്കിലും അത് അവിടെ വന്ന് കൃത്യമായിട്ട് ഒളിഞ്ഞ് വീഡിയോ എടുത്തത് ആരാണെന്ന് എനിക്ക് അറിയില്ല ആദർശേട്ടാ, എനിക്ക് വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മ ഇത്രയൊക്കെ ബഹളം വെക്കുന്നത് കണ്ടില്ലേ നയന, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതുകൊണ്ട് നയന ഇപ്പൊ പോവണ്ട. അപ്പോഴേക്കും അവള് പറയാണ്, അങ്ങനൊന്നും പറയില്ല ആദർശേട്ടാ, വലിയൊരു കമ്പനിയുടെ ഓർഡറാ, ഇതെങ്ങാനും മുടങ്ങിപ്പോയാല് എല്ലാം തീരും. അപ്പൊ ആദർശ് പറയണം, ഞാൻ നിന്നോട് എന്താ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശ് ആ മുറിയിൽ നിന്നും ഇറങ്ങി പോവാണ്. ഈ വിഷയം മുത്തശ്ശന്റെ ചെവിയിൽ എത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും മൂർത്തി പറയാണ്, നിങ്ങളൊക്കെ എന്തായി പറഞ്ഞത്, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പിന്നെ അവളുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലേ, ഇതൊക്കെ എവിടുത്തെ നിയമോ, അതൊക്കെ എടുത്ത് ന്യൂസ് ആക്കിയ അവരൊക്കെ തലമണ്ടക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ മേലാഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് ന്യൂസ് ആക്കുന്ന ഇങ്ങനത്തെ ന്യൂസ് ചാനലൊന്നും ഞാൻ കണ്ടിട്ട് കൂടിയില്ല, അതിനെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് പറയാണ്, ഇനി എന്റെ തീരുമാനം ഞാൻ പറയാം, നയനമോള് ഇവിടുന്ന് ജോലിക്ക് പോകും, അവളുടെ വീട്ടിലേക്ക് പോകും, അവളെ ഏറ്റെടുത്ത് ആ ജോലി പൂർത്തിയാക്കുന്നത് വരെ അവൾ പോയിരിക്കും. ഇതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയാം. ഇനി നയനമോളുടെ ആരും ഈ കാര്യത്തെക്കുറിച്ച് പറയുകയോ അവളെ സങ്കടപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്നും മൂർത്തി കർശനമായിട്ട് പറയുന്നു കേട്ടോ. എങ്ങനെ ആദർശ് ഓർക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞു തരാതിരിക്കണം, അതിന് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം എന്നിങ്ങനെ ആദർശ് ആലോചിക്കുകയാണ്. അങ്ങനെ റൂമിലേക്ക് കയറി വരുന്ന ആദർശ് നയനെ എവിടെയും നോക്കുമ്പോൾ നയനെ കുളിക്കാൻ പോയിരിക്കാൻ കേട്ടോ. അവൾ വീട്ടിലുള്ള എല്ലാ പണികളും തീർത്തിട്ട് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് ഓർക്കാണ്, എന്തായാലും അവൾ റൂമിലില്ല, ഇത് തന്നെ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ മുറിയിലിരുന്ന ഒരു വെളിച്ചെണ്ണ എടുത്തോണ്ട് വന്നിട്ട് ആ തറയിൽ ആകെപ്പാടെ ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നാൽ കുളി കഴിഞ്ഞു വരുന്ന നയന ചവിട്ടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കാണുന്നുണ്ട് ഈ ഒരു എണ്ണ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ആദർശ് മനസ്സിൽ കരുതുകയാണ്, ഈശ്വര വേറൊരു ആപത്തും പറ്റില്ലേ, ചെറുതായിട്ടൊന്ന് അടിപൊളിക്കാൻ മതി, അവൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടില്ല. എന്നാൽ നയനയ്ക്ക് അത് മനസ്സിലായിട്ട് നയന പതിയെ കാല് മാറ്റി വെച്ച് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോഴേക്കും ഇവള് വീഴുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കഥകിന്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോഴേക്കും നയനെ കൃത്യസമയത്ത് വന്ന് ആദർശിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്ന് വെച്ച് പേടിക്കുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ ആദർശേട്ട ഞെട്ടി നിൽക്കുന്നേ? ഒന്നുമില്ല, ഇവിടെ ആരാ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടത്? എനിക്കൊന്നും അറിയില്ല എന്ന് ആദർശ് പറയുമ്പോ, എന്നാ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടുത്തെ ടീപ്പോയുടെ മുകളിലായിട്ട് ഒരു ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഫോണിൽ കൃത്യമായിട്ട് വീഡിയോ പതിഞ്ഞിട്ടുണ്ട്. ആദർശ് എണ്ണ ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നതും അതുപോലെ തന്നെ നയന വരുന്ന സമയത്ത് ഓടിപ്പോയി ഒളിഞ്ഞു നിൽക്കുന്നതൊക്കെ. എന്നിട്ട് നയന പറയാണ്, എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ? അപ്പൊ ആദർശ്, ഈശ്വര എല്ലാം പൊളിഞ്ഞല്ലോ എന്ന് മനസ്സിലാലോചിക്കുമ്പോഴേക്കും നയന പറയാണ്, ഇത് ഞാൻ നേരെ കൊണ്ടുപോയി മുത്തശ്ശനെ കാണിക്കാൻ പോവാ, എന്നെ തള്ളിയിട്ട് കൊല്ലാനല്ലേ നിങ്ങൾ നോക്കിയത്. ആദർശ് പറയണ, അങ്ങനെയൊന്നും ഇല്ല. നയന പറയണ, എനിക്ക് മനസ്സിലായി, ഞാനൊന്ന് വീട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ ചെയ്തേന്ന്, പക്ഷെ ഞാനുകൊണ്ട് മുത്തച്ഛനെ കാണിച്ചിട്ട് പറയും എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കിയെന്ന്, പോലീസിന് കേസ് കൊടുക്കും. അപ്പോഴേക്കും ആദർശ്, അയ്യോ അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നയനെ പറയാണ്, എങ്കിൽ എന്റെ കൂടെ മര്യാദയ്ക്ക് എന്നെ വീട്ടിലേക്ക് വരണം, അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ മുത്തച്ഛനെ കാണിക്കുമെന്ന് പറയാണ്, എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെയും കൂട്ടി നയന വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദർശിന്റെ കാറിൽ കൊണ്ട് നയനയെ ഡ്രോപ്പ് ചെയ്യുമ്പം നയന പറയാണ്, ഒന്ന് വീട്ടിലേക്ക് കയറിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ആദർശിനെയും കൂട്ടി നയന വീട്ടിനുള്ളിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേക്കും കനകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെന്ന് ആദർശ് ചോദിക്കുമ്പോ ഉപ്പുമാവാണ് എന്ന് നയന പറയുമ്പോ, ഉപ്പുമാവോ, എനിക്കങ്ങ് വേണ്ടെന്ന് ആദർശ് പറയുന്നു. തിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇപ്പൊ തന്നെ മുത്തശ്ശന് സെൻഡ് ചെയ്യുമെന്ന് നയന പറയുന്നു. വേണ്ട വേണ്ട, ഞാൻ നിന്നോളാന്ന് പറയുന്നിട്ട് ഒരു വായിൽ വെച്ചിട്ട് പറയണ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇന്നേ ഒരു ഉപ്പുമാവ് കഴിച്ചിട്ട് കൂടിയില്ല, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുമ്പോൾ നയന പറയാണ്, എങ്കിൽ ഒരു മറുകാര്യം ഞാൻ പറയാം, അതായത് എന്റെ കൂടെ ആ ചെളിയിൽ വന്ന് ഒന്ന് ചവിട്ടി സഹായിക്കോ? അപ്പോഴേക്കും ഞാനോ, നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അല്ല ആ തൊഴിലെന്ന് പറഞ്ഞ അത്ര മോശമായ തൊഴിലൊന്നും അല്ലല്ലോ. ആദർശ് പറയാണ്, മോശമായതാണെന്ന് ഞാനും പറയുന്നില്ല, ഞാനിപ്പോ ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, എന്റെ ഡ്രസ്സൊക്കെ ചെളിയാവും, അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപ്മാവ് തിന്നേണ്ടി വരും എന്നും പറഞ്ഞിട്ട് നയന ഉപ്മാവ് നയനയുടെ വായിലേക്ക് ആദർശ് ഉപ്മാവ് വെച്ച് കൊടുക്കുമ്പോഴേക്കും നയന ഉപ്മാവ് അവിടെ മേടിച്ച് വെച്ചിട്ട് ഞാനും തിന്നില്ല എന്നും പറഞ്ഞിട്ട് ആദർശിനെയും കൂട്ടി വെളിയിലേക്ക് പോയിട്ട് ആദർശിന്റെ പാൻറ് ഇങ്ങനെ ആദർശ് ചുരുട്ടി വെക്കുന്നുട്ടോ.
എന്നിട്ട് ആദർശം നയനും ഒരുമിച്ച് ആ ചെളിക്കകത്ത് കിടന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കനകത്തിനും ഗോവിന്ദനും നന്ദുവിനൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. രണ്ടുപേരും പരസ്പരം രണ്ട് കൈകളും കോർത്തു പിടിച്ചിട്ടാണ് ആ ചെളിയിൽ ഇങ്ങനെ ചവിട്ടി കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് ഒരാളെ നയനെ വീഴാൻ പോകുമ്പം അവളുടെ ഇങ്ങനെ ഇടുപ്പിൽ പിടിച്ചിട്ട് ആളെ പൊക്കിയെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അബിയുടെ ആ ഒരു ഫ്രണ്ട് അവളെ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദർശ് പോവാൻ റെഡിയാകുമ്പോൾ എന്താ ആദർശ് ഇച്ചിരി ഉപ്മാവോട് വേണോ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആദർശ് കാറിൽ കയറി ഓഫീസിലേക്ക് പോവാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ അപ്പോൾ തന്നെ അബിക്ക് അയാൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അബി ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് ദേവ്യാനിയെ കാണിക്കാണ് കേട്ടോ. ദേവ്യാനാണ് ഇത് കണ്ടോണ്ടേ അങ്ങ് ഷോക്കായി പോവാണ്. ജലജ പറയുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട് ദേവ്യാനി? നീ അല്ലേ പറഞ്ഞു നിന്റെ മോൻ നിന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന്, ഇപ്പൊ എങ്ങനായി എന്ന് ചോദിക്കുന്നു. അവന്റെ കൂടെ കൂടി അവളും അവളുടെ കൂടെ കൂടി അവനും നിന്നെ ഒരു ഫൂളാക്കുകയാണ്. അതൊന്നും മനസ്സിലാകാതെ നീ ഇപ്പോ നിന്റെ മോനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ ഒരു ദിവസം മാറുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചോദിക്കുമ്പോ ദേവ്യാനി പറയാണ്, ഇല്ല എന്റെ മോൻ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോ അഭി ചോദിക്കുകയാണ്, വീഡിയോ കള്ളം പറയില്ലമ്മേ, ദാ എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ചെന്ന വീഡിയോയാ, നോക്ക് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ആ ചെളിയിൽ കിടന്ന് തുള്ളുന്നത് കണ്ടോ? അപ്പോഴേക്കും ദേവേനി പറയാണ്, മുത്തശ്ശി അമ്മ ഇത് കണ്ടില്ലേ അമ്മേ, ഒരു ജ്വല്ലറിയുടെ ഉടമയാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കസർത്ത്, എന്തൊക്കെ ഇവനി കാണിച്ചു, ഒരു നാണവും ഇല്ലേ എന്ന് ദേവേനി ചോദിക്കുമ്പോഴേക്കും ജലജ പറയാണ്, ഇത്ര നാളെ നീയല്ലേ പറഞ്ഞത് നിന്റെ മോൻ അവളെ അടുക്കില്ല അവളുടെ കൂടെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ജലജ ചോദിക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഇറിറ്റേഷൻ ആയിട്ട് നിൽക്കാൻ കേട്ടോ ദേവേനി. അവളിങ്ങോട്ട് വരട്ടെ, ഇന്ന് അവൾക്ക് സുഖമാണ്, എന്റെ മോനെ പറഞ്ഞു മയക്കി അവള് കൊണ്ടുപോയൊക്കെ ചെളിക്കകത്ത് ചവിട്ടാൻ. അവൾ ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ പ്രതികാരം ചെയ്തതാ, ചള്ളിൽ ചവിട്ടിന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അവളെ കളിയാക്കിയതിന് നിങ്ങളുടെ മോനെയും കൂടി ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞവളുടെ പ്രതികാരം ചെയ്താന്നൊക്കെ ദേവേനി ഇങ്ങനെ തലമുറയിടുമ്പോ മുത്തശ്ശി പറയണ, അവൾ അങ്ങനൊന്നും പറഞ്ഞൊരു പെൺകുട്ടിയല്ല, അവളുടെ സ്വഭാവം നിനക്ക് അറിയാൻ വേണ്ടിയിട്ടാ, അവള് പാവമാണ്, അവൻ പോയ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദർശം നല്ലതിനു വേണ്ടി മാത്രം ആദർശം എന്ന് ചെയ്യാറുള്ളൂ, ആലോചിച്ച് വരയ്ക്കാൻ ചെയ്യാറുള്ളൂ, അവൻ നല്ല ഏതാ ചീത്ത എന്നൊക്കെ അവന് തിരിച്ചറിയുമെന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശി പറയണം, മുത്തശ്ശനാണ് പറഞ്ഞത് ഇത് ഇന്ന് നയനമോള് ജോലിക്ക് പോകണം എന്നുള്ള കാര്യം, അതിനെ എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ എതിർക്ക്, വരുന്നിടത്ത് വെച്ച് ബാക്കി കാണാമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. ഈ സമയത്ത് ജലജയാണെങ്കിൽ ഒന്നും കൂടെ പിരികേറ്റാൻ വേണ്ടി ദേവിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഇപ്പൊ എന്തായി ദേവിയാനി കണ്ടില്ലേ, എല്ലാവരും അവളുടെ സൈഡ് തന്നെയാണ്, താമസിയാതെ നിന്റെ മൂത്ത മരുമകൾ എന്നുള്ള പട്ടവും മാറി ആ പട്ടവും ഇങ്ങനെ അവളുടെ തലയെടുത്ത് കൊടുക്കും, ആ കിരീടവും കൂടെ എന്ന് പറഞ്ഞിട്ട് ജലജ ചിരിച്ചുകൊണ്ട് കളിയാക്കിട്ട് പോവാൻ കേട്ടോ. അപ്പോഴേക്കും ദേവേനി ആണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ അരിശം പൂണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ദേവേനി മനസ്സിലോർക്കുകയാണ്, അവനും എന്നെ ചതിക്കാണ്, അവളോട് യാതൊരു സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും വീണ്ടും അവളുടെ പുറകെ നടക്കുക. ഇന്നത്തോടുകൂടി ഞാനത് അവസാനിപ്പിച്ചു തരാം, ഇനി അവൾക്ക് ഈ വീട്ടിലെ സ്ഥാനം ഉണ്ടായിരിക്കില്ല, അവളെ ഇന്ന് തന്നെയോട് ഞാൻ അടിച്ച് പുറത്താക്കി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവേനി പരസ്പരം ഇങ്ങനെ സ്വയമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആലോചിക്കുകയാണ്, അവൾ ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് അവളുടെ അവസാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നയനെ അങ്ങോട്ടേക്ക് കയറി വരാൻ കേട്ടോ. നിക്കടി അവിടെ നിന്നും പറഞ്ഞിട്ട് ദേവേനി ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ഗർജിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അവിടെ നിൽക്കുകയാണ്. എന്താ അമ്മ എന്താ കാര്യം ദേവേനി നയനെ ചോദിക്കുന്നുണ്ട്. നിനക്ക് അറിയില്ലല്ലേ, ഞാൻ നിനക്ക് പറഞ്ഞുതരാടി, നീ എന്റെ മോനെയും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ദേവേനി ഇങ്ങനെ ചൂടാൻ തുടങ്ങാൻ കേട്ടോ. അപ്പൊ ഇതൊരു വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ഇപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.